നമസ്കാരം. 142 മീഡിയയുടെ പുതിയ ഒരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കർണാടക സ്റ്റേറ്റിൽപ്പെട്ട കൂർഗ് ജില്ലയിലുള്ള 115 ഏക്കർ ഭൂമിയെപ്പറ്റിയാണ്. കുശാൽ നഗറും മടിക്കേരിയും വിരാജ്പേട്ടയും ഉൾപ്പെടുന്ന കർണാടകത്തിലെ ഇത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു കാപ്പിത്തോട്ടം. ഇന്ത്യയിലെ തന്നെ വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കൂർഗ് അഥവാ കൊടക്. കൊടക് ജില്ലയിൽ വിരാജ്പേട്ട താലൂക്കിൽ ബട്ടോളി പഞ്ചായത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 115 ഏക്കർ കാപ്പിത്തോട്ടം വിൽപ്പനയ്ക്കായുള്ളത്. തലശ്ശേരി മൈസൂർ ഹൈവേയിൽ വിരാജ്പേട്ട ടൗണിനടുത്തു നിന്നും 9 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ ഓണർ ഒരു മലയാളിയാണ്. കാപ്പിയാണ് പ്രധാന വരുമാന മാർഗം. അതുപോലെ കാപ്പി, കുരുമുളക്, ഓറഞ്ച് എന്നിവയെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. വലിയ കുന്നോ മലയോ ഒന്നുമല്ല. അതാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഈ പ്രോപ്പർട്ടിയുടെ. ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം ഒരു വർഷത്തെ വരുമാനം എന്ന് പറയാൻ 2000 ബാഗ് കാപ്പിക്കുരു ലഭിച്ച ഒരു പ്രോപ്പർട്ടിയാണിത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കുരുമുളകും ലഭിക്കുന്നു. ഏകദേശം 18 കിൻഡലോളം കുരുമുളകും ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഓറഞ്ചുണ്ട്. വലിയ കാട്ടുമരങ്ങൾ, അതായത് വലിയ തന്നെ കാട്ടുമരങ്ങളുണ്ട്. മാവ്, പ്ലാവ്, അതുപോലെ കുറച്ച് കവുങ്ങുണ്ട്. വലിയ കുന്നോ മലയോ ഒന്നുമല്ല. അതുപോലെ തന്നെ തോട്ടത്തിൻ്റെ എല്ലാ വശങ്ങളിലും വണ്ടി എത്തിച്ചേരും. ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ, കഷ്ടി 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കുറച്ച് റോഡ്, മൺ റോഡുണ്ട് ബസ് റൂട്ടിൽ നിന്നും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ. വളരെ നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണിത്. റിസോർട്ട് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഹോം സ്റ്റേ, റിസോർട്ട്, അതുപോലെ തന്നെ ഫാം ഹൗസ് എന്നിവയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് കാണാം, വളരെ നല്ല രീതിയിലും മനോഹരമായും പരിപാലിച്ചു വരുന്ന ഒരു തോട്ടമാണിത്. ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മടിക്കേരി ടൗണിലേക്ക് 33 കിലോമീറ്റർ ദൂരവും മൈസൂർ ടൗണിലേക്ക് 105 കിലോമീറ്ററും ബാംഗ്ലൂരിലേക്ക് 238 കിലോമീറ്റർ ദൂരവും
മംഗലാപുരത്തേക്ക് 165 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. അതുപോലെ കണ്ണൂരിൽ നിന്നും 80 കിലോമീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം. കാസർഗോഡ് നിന്നും 138 കിലോമീറ്റർ ദൂരവുമുണ്ട്. തലശ്ശേരി മൈസൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും, അതായത് ഈ ടൗണിൻ്റെ ഏറ്റവും അടുത്ത്, ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്ത ടൗണ് വീരാജ്പേട്ടയാണ്. വീരാജ്പേട്ടയിൽ നിന്നും, അതായത് തലശ്ശേരി മൈസൂർ സ്റ്റേറ്റ് ഹൈവേ വീരാജ്പേട്ട വഴിക്കാണ് പോകുന്നത്. അവിടെ നിന്നും 9 കിലോമീറ്റർ മാത്രം ദൂരമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ. ഇത് ഒരു കുളമാണ്. ഇതുപോലുള്ള 3 കുളങ്ങൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട്. ജലത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതൊരു ചെറിയ പുഴയാണ്. ഈ പുഴ ഈ സ്ഥലത്തിൻ്റെ നടുക്കൂടെയാണ് ഒഴുകുന്നത്. വളരെ മനോഹരമായ ഒരു പുഴയാണിത്. നല്ല വരുമാനമുള്ള, നല്ല പ്രകൃതി ഭംഗിയുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് 26 ലക്ഷം രൂപയാണ്. വിലയിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരും ഈ ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. ഈ പ്രോപ്പർട്ടി 115 ഏക്കർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതിൽ 85 ഏക്കർ സ്ഥലത്തിനെ പട്ടയമുള്ളൂ. ഈ 85 ഏക്കർ സ്ഥലത്തിന് മാത്രം നമ്മൾ വില കൊടുത്താൽ മതി. അതായത് 26 ലക്ഷം രൂപ വെച്ച് 85 ഏക്കർ സ്ഥലത്തിന് വില കൊടുക്കേണ്ടതുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലേബർ ക്വാർട്ടേഴ്സ്, അതുപോലെ 2 വീടുകൾ, ഉടമസ്ഥന് താമസിക്കാനുള്ള ചെറിയ 2 വീടുകൾ, ഒരു ചെറിയ പുഴ, അതുപോലെ തന്നെ 3 കുളം എന്നിവയും ഈ പ്രോപ്പർട്ടിയിൽ അടങ്ങിയിട്ടുണ്ട്. ആരാധനാലയങ്ങൾ, ചർച്ച്, മോസ്ക്, അമ്പലം ഇവയെല്ലാം 2 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. അതുപോലെ ക്ലിനിക്കും 2 കിലോമീറ്റർ അടുത്തുണ്ട്. ഏകദേശം 2 കിലോമീറ്റർ അടുത്ത് ബസ് സൗകര്യമുണ്ട്. വളരെ മനോഹരവും ശാന്തവുമായ ഒരു ഏരിയയാണ്. ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുപോലെ കർണാടക സ്റ്റേറ്റിൽ ഇതുപോലുള്ള കാപ്പിത്തോട്ടങ്ങൾ വിൽക്കാനുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഈ ചാനൽ വഴി ഞങ്ങൾ വിറ്റുകൊടുക്കുന്നതായിരിക്കും. നല്ല പാർട്ടിയെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.